എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ ഫോറം മാളിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മളിനി കാണുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഫുഡ് കോർട്ടിലാണ്. ഒരുപാട് വെറൈറ്റി ഫുഡ് ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത്. നമുക്കതൊക്കെ ഒന്ന് കാണാം. ഐസ്ക്രീം തീർത്താ? ഐസ്ക്രീം ഒക്കെ എങ്ങനെയുണ്ട്? നമസ്കാരം. എന്താ പേര്? ജിതിൻ. ഓക്കെ, എന്തൊക്കെ വെറൈറ്റി ഫുഡാണ് നമുക്ക് ഇവിടെ ഉള്ളത്? നമുക്ക് സിസ്ലേഴ്സ് ആണ് എല്ലാം. സിസ്ലേഴ്സ് ആണ്, ഫുൾ ഐറ്റംസ് സിസ്ലേഴ്സ് ആണ്. ഓക്കെ, എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നമ്മൾ പരിചയപ്പെടുത്തുക. ഓക്കെ, നമ്മുടെ ബെസ്റ്റ് സെല്ലേഴ്സ് ഉണ്ട്. ഓക്കെ, അതിൽ സ്റ്റാർട്ടിങ് ഫ്രം ഇയർ ഇവിടെ നിന്നാണ്. ബെസ്റ്റ് സെല്ലർ മീറ്റ് ലവർ ആണ്. ഓക്കെ, അതിനകത്ത് ചിക്കൻ സ്റ്റീക്ക് ഉണ്ട്, ഓക്കെ, ബീഫ് സ്റ്റീക്ക് വിത്ത് ഫിഷ്. ആഡ് ഓണിൽ നമുക്ക് റൈസ് ഉണ്ടാവും. ബോൺലെസ് ആണോ? ബോൺലെസ് അല്ല, ആഡ് ഓൺ വിത്ത് റൈസ് ആണ്. ഓർ നൂഡിൽസ് ചോയ്സ് ആണ്. ഓക്കെ, പിന്നെ ബെസ്റ്റ് സെല്ലർ സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് ഓറിയന്റൽ, സ്പൈസി ഓറിയന്റൽ. അതിനകത്ത് ചില്ലി ചിക്കൻ ഉണ്ടാവും, പെരി പെരി ചിക്കൻ ആൻഡ് ലോലിപോപ്പ്. ഇതും സെയിം ആഡ് ഓൺ. ഇതിലെങ്ങനെ പ്രൈസ് വരുന്നത് അപ്പോൾ? ഇത് 559 ഓറിയന്റൽ. മീറ്റ് ലെവലിന് വരുന്നത് 799. രണ്ടുപേർക്ക് സുഖമായിട്ട് കഴിക്കാം. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് ലോലിപോപ്പ് സിസ്ലർ, ചില്ലി ചിക്കൻ സിസ്ലർ, പെരി പെരി സാത്തേ എന്ന് പറയും. പിന്നെ കോംബോസ് ഉണ്ട് നമുക്ക്. വി ഹാവ് കോംബോസ്, വെജ് ഉണ്ട്, നോൺ വെജ് ഉണ്ട്. ചിക്കൻ സ്റ്റീക്ക് സെപ്പറേറ്റ് ആയിട്ട്, ചിക്കൻ സ്റ്റീക്ക് സെപ്പറേറ്റ്. ഇത് മിക്സ് സോസ് പാസ്തയാണ്. വൈറ്റ് സോസും റെഡ് സോസും കൂടി മിക്സ് ആണ്. ഇത് പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് മാക്ക് ആൻഡ് ചീസ് വൈറ്റ് സോസ് ഐറ്റംസ് ആണ് നമ്മളിവിടെ മെയിൻ. പിന്നെ മെനൂസിൽ നമുക്ക് പല ലൈക്ക് സാലഡ്സ്, സൂപ്സ്, സ്റ്റാർട്ടേഴ്സ് ഉണ്ട്. സ്റ്റീക്സ് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. വിത്ത് ബീഫിൻ്റെ ഐറ്റംസ് സെപ്പറേറ്റ് എല്ലാത്തിൻ്റെയും സെപ്പറേറ്റ് ഓർഡേഴ്സ് ഉണ്ട്. വെജ് ഉണ്ട്, നോൺ വെജ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ എത്ര നാളായി തുടങ്ങിയിട്ടപ്പോൾ? ഇവിടെ ഇപ്പോൾ മാക്സിമം 3 months ആവും. ഫോറം മാൾ ഓപ്പൺ ചെയ്ത മുതലുണ്ട്. ഫോറം മാൾ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടിപ്പോൾ 3 months മാക്സിമം. ഞാൻ സെൻട്രൽ സ്ക്വയറിലായിരുന്നു, അവിടുന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയത്. അവിടെയാണ് ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്തത്. ഇത് കൊച്ചിയിലെ രണ്ടാമത്തെ. ഫുഡിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി ഷോപ്പുകളാണുള്ളത്. ബർഗർ മാത്രമായിട്ടുണ്ട്, ചിക്കൻ്റെ ഐറ്റംസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഫുഡുകളാണ് ഉള്ളത്. പിസ്സ ഉണ്ട്, ചിക്കിങ്ങിൻ്റെ ഷോപ്പുണ്ട്, ബർഗർ കിങ്, ബർഗറിൻ്റെ മാത്രം ഷോപ്പ്, KFCയുടെ ചിക്കൻ, എല്ലാ ഷോപ്പുകളും ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ് ഷോപ്പുകളും നമ്മുടെ ഫോറം മാളിലുണ്ട്. നല്ല തിരക്കായിരുന്നു, ഒരു രക്ഷയില്ല. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു. പിന്നെ എല്ലാം ഐസ്ക്രീം, ഒരു ഏരിയ മൊത്തം ഐസ്ക്രീമിൻ്റെ ഏരിയയാണ്. ചോക്ലേറ്റ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐസ്ക്രീംസ് ആണ് ഉണ്ടായിരുന്നത്. ഈ ഏരിയ മൊത്തം ഐസ്ക്രീമിൻ്റെ ഏരിയയാണ്. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഫുഡെല്ലാം കഴിഞ്ഞ് നേരെ ഫൺ സിറ്റിയിലോട്ടാണ് പോകുന്നത്. ആ ഫ്ലോറിൽ തന്നെയാണ് ഫൺ സിറ്റി ഉള്ളത്. കുട്ടികളുടെ ഒരു ലോകത്തോട്ടാണ് പിന്നെ അങ്ങോട്ട് കയറുന്നത്. വേറൊരു വൈബാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നമ്മൾ കയറി കുട്ടികൾക്ക് ഒരു എൻട്രൻസ് ഫീസ് ഉണ്ട്. അവർ 1100 രൂപയാണ് ഒരു കാർഡ് നമ്മൾ എടുക്കുന്നത്. അതിൽ 11 ഗെയിമാണ് നമുക്ക് കളിക്കാൻ പറ്റുന്നത്. അത് നമ്മൾ നോക്കി നിൽക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഡബിളിങ് ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ഗെയിം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് വേണം ആ ഗെയിമെല്ലാം കളിക്കാനായിട്ട്. അപ്പം 1100 രൂപയാണ് ആ ഒരു ഫസ്റ്റ് കാർഡിന് അവർ ചാർജ് ചെയ്യുന്നത്. ഒരു കാർഡ് തരും. ആ കാർഡ് നമുക്ക് കൊണ്ടുപോയി 110 രൂപ വെച്ചിട്ടാണ് ഓരോ ഗെയിമിനും അവർ കട്ട് ചെയ്യുന്നത്. പിന്നെ 3D ഉണ്ട്, കാർ ഗെയിമുണ്ട്, ബൈക്ക് റേസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഗെയിംസുകളാണ്. കുട്ടികൾക്ക് എന്തായാലും നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് മാത്രം ശ്രദ്ധിക്കുക, അതിനകത്ത് അവർ കാർഡ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഡബിളിങ് വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ വെക്കുമ്പോഴാണെങ്കിൽ ചില മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പൈസ പോവും. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. നമുക്കങ്ങനെ അനുഭവം ഉണ്ടായി. പിന്നെ അത് പറഞ്ഞതിന് ശേഷം അവർ നമുക്കത് ഗെയിം അത് ആഡ് ചെയ്ത് തരികയായിരുന്നു ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് പോകുന്നവർ ഒന്ന് സൂക്ഷിക്കുക. നമ്മളത് കാർഡ്
നമ്മൾ യൂസ് ചെയ്യുന്ന മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഗെയിംസുകളുണ്ട്. പിന്നെ വെച്ചാൽ ഈ ഗെയിംസ് കളിച്ച് നമുക്ക് പോയിന്റ് കിട്ടുകയാണെങ്കിൽ ആ പോയിന്റ് അനുസരിച്ച് അവിടെ ടോയ്സ് എല്ലാം നമുക്ക് അവിടെ കിട്ടും. അവിടെ ഈ ഗെയിം കളിക്കുന്നതിനകത്ത് നമ്മൾ വിന്നാവുമല്ലോ. വിന്നാവുന്ന സമയത്ത് നമുക്ക് പോയിന്റ് കിട്ടും. ആ പോയിന്റ് നമുക്ക് അവിടെ കൊണ്ട് കൊടുക്കുകയാണ്. അതിനനുസരിച്ച് ടോയ്സ് ഒക്കെ ഇവർ തരും. അപ്പം അങ്ങനെ നമ്മളൊരു ടോയ്സിൻ്റെ ഒരു ഗെയിം കളിക്കാമെന്ന് വെച്ചു. പക്ഷേ പാളിപ്പോയി, ഒന്നും നടന്നില്ല. അങ്ങനെ നമ്മുടെ കാർഡിലെ പൈസ എല്ലാം കഴിഞ്ഞപ്പോൾ ഫൺ സിറ്റിയിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ താഴത്തെ ഫ്ലോറിലാണ് വന്നത്. അവിടെ ലുലു ഡെയിലിയിൽ ഒന്ന് കയറാമെന്ന് കരുതി നേരെ പിന്നെ ലുലു ഡെയിലിയിലാണ് കയറിയത്. അവിടെ ഒരു രക്ഷയില്ല, നല്ല അറേഞ്ച്മെൻറ്റ്സും ഫ്രൂട്ട്സൊക്കെ ആണല്ലോ ഒരു ഭാഗത്ത്, ഫ്രൂട്ട്സ് മാത്രം, വെജിറ്റബിൾ ഒരു ഭാഗത്ത്, എല്ലാം നല്ല രീതിയിലാണ് അവിടെ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ നിന്നെല്ലാം കുറച്ച് പർച്ചേസ് ചെയ്തു. പിന്നെ നമുക്കവിടെ എല്ലാം നടന്നു കഴിയുമ്പോൾ ചായ ഉണ്ട്, 20 രൂപ, നല്ല ചായയാണ്. നമുക്ക് ചായ, സർബത്ത് എല്ലാം കിട്ടും അവിടെ. പിന്നെ ഈന്തപ്പഴത്തിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി ഈന്തപ്പഴങ്ങളാണ് അവിടെ ഉള്ളത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഈന്തപ്പഴം എല്ലാം വാങ്ങി. ഈ സെക്ഷൻ മൊത്തം വെജിറ്റബിൾ ഐറ്റംസ് ആണ്, എല്ലാം ഫ്രൂട്ട്സ് ഐറ്റംസും എല്ലാം. ആപ്പിളിൻ്റെ ഒരുപാട് വെറൈറ്റി, നല്ല ക്വാളിറ്റി ആപ്പിളാണ് എല്ലാം. ഫിഷിൻ്റെ ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാ ടൈപ്പ് ഫിഷുകളും ഉണ്ട്. എല്ലാം മസാല വരട്ടി നമുക്ക് വീട്ടിൽ കൊണ്ട് ഫ്രൈ ചെയ്താൽ മതി. പിന്നെ വെച്ചാൽ കല്ലുമേക്ക നമ്മുടെ ഇവിടെ വളരെ അപൂർവമായിട്ട് കാണാൻ പറ്റുകയാണ്. കല്ലുമേക്ക നമുക്കിവിടെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കല്ലുമേക്ക എല്ലാം ഉണ്ട്. എല്ലാ ടൈപ്പ് സീ ഫിഷും ലേക്ക് ഫിഷും ഉണ്ടായിരുന്നു. എല്ലാം നമുക്ക് വേണേൽ മസാല വരട്ടി തരും. അതെന്തായാലും ഒരു നല്ല ഒരു കാര്യമാണ്. കാരണം വീട്ടിൽ കൊണ്ടുവന്ന് നമുക്ക് സമയമില്ലെങ്കിൽ നേരെ ഫ്രൈ ചെയ്താൽ മതി. എല്ലാം വെട്ടി വൃത്തിയാക്കി നല്ല ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അവർ. മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ മീറ്റ് ഐറ്റംസ് എല്ലാം ഉണ്ട്. മീറ്റിൻ്റെ തന്നെ കുറേ വെറൈറ്റി പീസുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. എല്ലാം കട്ട് ചെയ്തുകൊണ്ട്, കട്ട് ചെയ്യാതെയുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ മട്ടൻ്റെ ലെഗ് പീസ് ഉണ്ടായിരുന്നു. അത് നമുക്ക് ഗ്രില്ല് ചെയ്യാനൊക്കെ നല്ല സൗകര്യം, നല്ല പീസാക്കി അവർ വെച്ചിട്ടുണ്ടല്ല. ഗ്രില്ല് ചെയ്യാൻ നല്ല അടിപൊളി ഐറ്റമായിട്ടാണ് അവരെല്ലാം ബാക്കിയുള്ള പീസായിട്ട് എല്ലാ പാർട്സിൻ്റെ ഇത് പീസാക്കി വെച്ചിട്ടുണ്ട് അവിടെ. നമുക്ക് ആവശ്യാനുസരണം അവർ തൂക്കി തരുന്നതാണത്. എല്ലാം നല്ല ഫ്രഷായിട്ട് എല്ലാം നല്ല സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ അതുകൂടെ മസാലയും കൂട്ടി അവർ വെച്ചിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ കൊണ്ട് ഫ്രൈ ചെയ്യുകയോ ഗ്രില്ല് ചെയ്യുകയോ എന്ത് വേണം ചെയ്യാം. ആ രീതിയിലെല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഒരു നല്ല കാര്യമായി പോയി. അത് നല്ല. പിന്നെ ചിക്കൻ്റെ ഐറ്റമാണ്. ഇതെല്ലാം കൂടുതൽ ചിക്കൻ്റെ ഐറ്റംസാണ് ഇവിടെ എല്ലാം ഉള്ളത്. പിന്നെ കാടയുണ്ട്. കാടയുടെ വലിപ്പം ചെറുപ്പമായിട്ടുള്ള എല്ലാം ക്ലീൻ ചെയ്ത് മസാല വരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം ഫുഡ് ഐറ്റംസ്, ബിരിയാണിയുടെ വെറൈറ്റി ഒരുപാട് ബിരിയാണി ഐറ്റംസ് ആണ്. ഈ സെക്ഷൻ കംപ്ലീറ്റ് ഫുഡ് ഐറ്റംസ് ആണ്. ബീഫുണ്ട്, ചിക്കൻ കറിയുണ്ട്, ഒരുപാട് വെറൈറ്റി നമുക്കെല്ലാം തൂക്കിയെടുക്കാം. ഈ സെക്ഷൻ ഫുൾ അലുവ ഐറ്റംസ് ആണ്. അപ്പം മോക്ക് അലുവ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അലുവ വാങ്ങി.
ബനാന ഹൽവ, പഴ ഹൽവയാണ്. നിന്നോട് അടിക്കണം. പിന്നെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് അച്ചാറിൻ്റെ സെക്ഷനാണ്. നെല്ലിക്ക, പേരയ്ക്ക, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസാണ്. മാങ്ങ, പിന്നെ അച്ചാറിൻ്റെ ഒരു വെറൈറ്റി അച്ചാർ, എല്ലാ ടൈപ്പ് അച്ചാറുകളുടെ ഒരു കളക്ഷനാണ് അവിടെ ഉള്ളത്. പിന്നെ സലാഡുകൾ, ഒരുപാട് വെറൈറ്റി സലാഡുകളുണ്ട്, റൈത്തയുണ്ട്, അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസ് എല്ലാം. പിന്നെ പൈനാപ്പിള്, മുളകിട്ടത്, ഒരുപാട് വെറൈറ്റി തൈര് ഐറ്റംസ് എല്ലാം ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് പർച്ചേസൊക്കെ ചെയ്തു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി, നമുക്ക് ഒരു 1000 രൂപയുടെ ഓഫർ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടുന്ന് 1000 രൂപയുടെ മേളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1000 രൂപയുടെ ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് വാങ്ങാവുന്നതാണ്. അത് ആദ്യമായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നവർക്കാണുള്ളത്. 1000 രൂപയ്ക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടുന്ന് വാങ്ങാം. അത് കുറച്ചിട്ടേ അവർ ബില്ലടിക്കുകയുള്ളൂ. അതെന്തായാലും നമുക്കൊരു നല്ലൊരു കാര്യമാണ്. 1000 രൂപയ്ക്ക് നമുക്കതനുസരിച്ച്, അപ്പോൾ അതനുസരിച്ച് നമ്മൾ സാധനം എടുക്കുക. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഒരു 1000 രൂപയുടെ ഓഫർ പറഞ്ഞിരുന്നത്. പിന്നെ ഇവിടുത്തെ ഇൻറ്റീരിയലാണ് പറയാനുള്ളത്. ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ടാണ് ഇൻറ്റീരിയറിൽ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നത്. ഇൻറ്റീരിയറിൽ വർക്ക് ചെയ്തിരിക്കുന്നവരെ സമ്മതിച്ചു കൊടുത്തേ പറ്റും. നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ഏകദേശം 1800 സ്ക്വയർ ഫീറ്റാണ് ഈ ബിൽഡിങ് ഫുള്ളായിട്ടുള്ളത്. 4 നിലയായിട്ടാണ് ഈ ബിൽഡിങ് ഉള്ളത്. ഇപ്പം നമുക്ക് ആലപ്പുഴക്കാർക്കാണ് ഏറ്റവും കൂടുതൽ സൗകര്യം. കാരണം വെച്ചാൽ ആലപ്പുഴയിൽ നിന്ന് തൃപ്പൂണിത്തറ, വൈക്കം, കോട്ടയം എന്നിവർക്കൊക്കെ എളുപ്പത്തിൽ നമുക്ക് ഉള്ളിലോട്ട് അധികം പോകാതെ, ബ്ലോക്കിൽ പെടാതെ നമുക്ക് പെട്ടെന്ന് ഒരു പർച്ചേസ് ചെയ്ത് നമുക്ക് വരാം. പിന്നെ ഇവിടെ ഒരു ഗെയിംസാണ് നടക്കുന്നത്. ഒരുപാട് പേരിങ്ങനെ ഗെയിം കളിക്കുന്നുണ്ട്. ഇതിങ്ങനെ കറക്കി വിടും. നമ്മൾ ഇവിടുന്ന് ഒരു അമ്പ് ചെയ്യണം. അത് കൊണ്ടു കഴിഞ്ഞാൽ പ്രൈസ് ഉണ്ട് അതിൽ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അയയ്ക്കുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇനി അടുത്തൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസുമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ വീഡിയോസ് എല്ലാം കാണുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നൽകുക. അപ്പോൾ നമ്മുടെ ഫോറം മാളിലെ വിശേഷം ഇവിടെ തീരുകയാണ്. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ നമ്മൾ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടതിൽ ഒരുപാട്